السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على سيدنا محمد أشرف رسول الله وعلى آله وصحابه الفائزين برضا الله. أما بعد. ഏറ്റവും പ്രിയപ്പെട്ട ഈ സ്റ്റേജിലും സദസ്സിലും പരിസര പ്രദേശങ്ങളിലുമുള്ള മുഴുവൻ സാദാത്തുക്കളെ, ബഹുമാന്യരായ ആലിമീങ്ങളെ, പ്രിയപ്പെട്ട മുത്തഅല്ലിമുകളെ, കാരണവന്മാരെ, യുവാക്കളെ, സഹോദര സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ ഒരുമിച്ചുകൂടൽ അള്ളാഹുവിൻ്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂടാൻ പറ്റിയ അമലായി ഖബൂൽ ചെയ്യുമാറാവട്ടെ. ബഹുമാനപ്പെട്ട സാദാത്തുക്കളുടെ ബറക്കത്ത് കൊണ്ട് അള്ളാഹു നമ്മെയും നമ്മുടെ മുഴുവൻ വേണ്ടപ്പെട്ടവരെയും ഭൗതികവും പാരത്രികവുമായ സർവ്വവിധ വിഷമങ്ങളിൽ നിന്നും കാത്തുരക്ഷിക്കുകയും എല്ലാവിധ സിഹത്തും സലാമത്തും ആഫിയത്തും വർദ്ധിപ്പിക്കുകയും ചെയ്യട്ടെ. മരിക്കോളം ഇൽമു കൊണ്ട് ശൂലായി കഴിഞ്ഞുകൂടാൻ അള്ളാഹു നമുക്കൊക്കെ തൗഫീഖ് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഒരുപാട് വലിയ വലിയ പണ്ഡിതന്മാർ ഈ സ്റ്റേജിലുണ്ട്. യഥാർത്ഥത്തിൽ ഞാനല്ല ഇവിടെ പ്രസംഗിക്കേണ്ടത്. ഒരുപാട് എന്നേക്കാൾ എത്രയോ വലിയ ആലിമീങ്ങൾ ഇവിടെ ഉണ്ട്. സത്യമായും വിശ്വസിച്ചും അംഗീകരിച്ചുകൊണ്ടുമാണ് ഞാൻ നിങ്ങളെ അഭിമുഖീകരിക്കുന്നത്. ഒരുപാട് കാലങ്ങളായി ഇവിടെ വരാൻ വേണ്ടി ക്ഷണിക്കുന്നു. കോയമ്പത്തങ്ങളുള്ള കാലത്ത് തന്നെ ക്ഷണിച്ചിട്ടും വരാൻ കഴിയാത്ത വിഷമവുമുണ്ട്. ഇപ്പോൾ ഈ വർഷം നമുക്ക് ഇങ്ങനെയെങ്കിലും ഒരുമിച്ച് കൂടാൻ സാധിച്ചപ്പോൾ ഒരു സാദാത്തുക്കളുടെ പരിപാടിയാണ് എന്ന നിലക്ക് തബറുക്ക് ഉദ്ദേശിച്ച് മാത്രം ഈ സദസ്സിൽ വന്നതാണ്. ഇവിടെ പ്രസംഗിക്കാൻ ആളില്ലാത്തത് കൊണ്ടോ ആലിമീങ്ങളില്ലാത്തത് കൊണ്ടോ സയ്യിദന്മാരില്ലാത്തത് കൊണ്ടോ ഒന്നുമല്ല. ഞാൻ ഈ സദസ്സിൻ്റെ ബറക്കത്ത് എനിക്ക് സിദ്ധിക്കണമെന്ന, ഇവിടെ അന്ത്യവിശ്രമം കൊള്ളുന്ന സാദാത്തുക്കളുടെ ബറക്കത്ത് സിദ്ധിക്കണമെന്ന ആഗ്രഹത്തോടു കൂടി വന്നിട്ടുള്ളതാണ്. നമുക്കെല്ലാവർക്കും ആ സാദാത്തുക്കളുടെ ബറക്കത്ത് അള്ളാഹു നൽകുകയും ചെയ്യുമാറാവട്ടെ. ഇത് സയ്യിദന്മാരുടെ ഈ പ്രദേശത്ത് ഈമാനികമായ ചുറ്റുപാട് ഇസ്ലാമിക ചൈതന്യം കൊണ്ടുവന്ന് അത് സ്ഥാപിച്ചെടുത്ത് അത് പ്രചരിപ്പിച്ച് പള്ളി ഉണ്ടാക്കി നാട്ടിൻ്റെ ഖാലിസ്ഥാനം ഏറ്റെടുത്ത് ദീനിന് നേതൃത്വം നൽകി ജീവിച്ച അബ്ദുൽ ഖാദിർ ബാലവി സയ്യിദ് അവർകൾ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് അവരുടെ ഉറൂസ് മുബാറക്ക ഹക്കീം സഅദി ഉസ്താദ് പറഞ്ഞതുപോലെ ചെറുതായിട്ടെങ്കിലും അതിൻ്റെ തെളിവ് കുറഞ്ഞ സമയം കൊണ്ട് അദ്ദേഹം നമ്മെ കേൾപ്പിച്ചു. ഓരോ വർഷവും ഇതിങ്ങനെ പുതുക്കിക്കൊണ്ടിരിക്കൽ നബി തങ്ങളുടെ ചര്യയാണ്. സലാമുൻ അലൈക്കും ബിമാ സബർതും ഫനിഅമ അജ്റുൽ ആമിലീൻ എന്ന ആയത്തിന്റെ വ്യാഖ്യാനത്തിൽ സൂറത്തുർ റഅദിൽ അതിന്റെ വ്യാഖ്യാനത്തിൽ തഫ്സീർ ഇബ്നു കസീർ പരിശോധിച്ചാൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഓരോ വർഷവും ഉഹദിൽ മറവിട്ട് കിടക്കുന്ന ശുഹദാക്കളെ പോയി സിയാറത്ത് ചെയ്യുകയും ഇത് എന്നും നിലനിർത്തേണ്ടതാണെന്ന് സ്വഹാബത്തിന് പഠിപ്പിച്ചു കൊടുക്കുകയും ഓരോ വർഷവും ഇത് ആവർത്തിക്കപ്പെടേണ്ടതാണെന്ന് സ്വഹാബത്തിന് നിർദ്ദേശം കൊടുക്കുകയും ചെയ്ത സംഭവം തഫ്സീർ ഇബ്നു കസീറിൽ കാണാം. പരിശുദ്ധ ഖുർആനിന്റെ ആയത്തിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് മഹാനവറുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ ഉലമാക്കൾ, കഴിഞ്ഞകാല സ്വാലിഹീങ്ങളൊക്കെ ഓരോ വർഷവും ആണ്ട് തികയുമ്പോൾ നമ്മുടെ മാതാപിതാക്കൾ ഉൾപ്പെടെ ഉസ്താദുമാര് മുതൽ മേലോട്ടുള്ള വലിയ വലിയ സ്വാലിഹീങ്ങൾ ഉൾപ്പെടെ എല്ലാവരുടെയും ആണ്ട് ദിനം വരുമ്പോൾ ഉറൂസ് മുബാറക്ക് അല്ലെങ്കിൽ അവരുടെ ആണ്ട് അടിയന്തരം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ നടത്തുമ്പോൾ ബഹുമാനപ്പെട്ട സാദാത്തുക്കളെയും ആലിമീങ്ങളെയും ആകുമ്പോൾ രണ്ടുദ്ദേശം പ്രധാനമായും അതിൻ്റെ പിന്നിൽ ഉണ്ട്.
സയ്യിദന്മാർ, ആലിമീങ്ങൾ, മഹാന്മാർ അവരെ അനുസ്മരിക്കുന്നത് ഓരോ വർഷവും അവരെ അനുസ്മരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഈ അനുസ്മരണത്തിന്റെ പിന്നിൽ പ്രധാനമായ രണ്ട് കാര്യങ്ങൾ നടക്കുന്നുണ്ട്. ഒന്ന്, മഹാന്മാരെ അനുസ്മരിക്കുന്നത് പാപങ്ങൾ പൊറുപ്പിക്കുന്നതും ഇബാദത്തുകളും സൽക്കർമ്മങ്ങളുമായി നമ്മുടെ റെക്കോർഡിൽ എഴുതപ്പെടുന്നതുമാണ്. ദിക്റുൽ അംബിയാഇ കഫാറത്തുൻ വദിക്റുസ് സാലിഹീന ഇബാദ. മഹാന്മാരെ സംബന്ധിച്ച് വെറുതെ മദ്ഹ് പറഞ്ഞുകൊണ്ടിരിക്കൽ അത് പുണ്യകർമ്മമാണ്, നമ്മുടെ പാപങ്ങൾ പൊറുപ്പിക്കാനുള്ള ഒരു വഴിയും കൂടിയാണ്. രണ്ടാമത്തേത്, ആ മഹാന്മാരുടെ ചരിത്രങ്ങളിൽ നിന്ന് പാഠം ഉൾക്കൊള്ളാവുന്ന നിരവധി കാര്യങ്ങളാണ് ഈ സദസ്സിൽ എടുത്തു പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഏത് സദസ്സിലും ഇന്ന ഫീ ഖസസിഹിം ലഇബ്റതൻ ലിഉലിൽ അൽബാബ്, ബുദ്ധിമാന്മാർക്കും ചിന്തിക്കുന്നവർക്കും സൽബുദ്ധിയുള്ളവർക്കും പഠിക്കാൻ ഒരുപാട് പാഠങ്ങൾ അവരുടെ ചരിത്രങ്ങളിൽ നിന്ന് നമുക്ക് ലഭിക്കുകയും ചെയ്യും. അപ്പൊ രണ്ട് ഉപകാരങ്ങൾ ഇതിന്റെ പിന്നിൽ നടക്കുന്നു. ഇത് പരിശുദ്ധ ഖുർആൻ കൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയ കാര്യമാണ്. ഒരാളെ അനുസ്മരിക്കുന്നത് എന്തിനാണ്? പരിശുദ്ധ ഖുർആനിൽ 24 മുർസലീങ്ങളുടെ ചരിത്രം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അള്ളാഹു പഠിപ്പിച്ചു കൊടുത്തു. 24 മുർസലീങ്ങളുടെ ചരിത്രം, ഒന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും, അങ്ങനെ 25 മുർസലീങ്ങളുടെ ചരിത്രം ഖുർആനിൽ ഉണ്ട്. ഈ ചരിത്രങ്ങൾ എന്തിനു വിവരിക്കപ്പെട്ടതാണ്? ആ ചരിത്രങ്ങളിലൊക്കെ ഒരുപാട് പാഠമുണ്ട് എന്നൊരു സ്ഥലത്ത് പറയുന്നു. വകുല്ലൻ നഖുസ്സു അലൈക മാ നുസബ്ബിതു ബിഹി ഫുആദക വകുല്ലൻ നഖുസ്സു അലൈക മിൻ അംബാഇർ റുസുലി മാ നുസബ്ബിതു ബിഹി ഫുആദക. അത് ഹൃദയത്തിന് വലിയ ശാന്തി, സമാധാനം ലഭിക്കുമെന്നും അല്ലാഹു ഖുർആനിൽ പഠിപ്പിക്കുന്നു. അപ്പൊ ഒരു അനുസ്മരണത്തിന്റെ പിന്നിൽ വളരെ പ്രധാനപ്പെട്ട രണ്ട് കാര്യം അല്ലാഹു ഖുർആനിൽ തന്നെ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഇവിടെ നമ്മൾ മഹാന്മാരായ സയ്യിദന്മാരെ അനുസ്മരിക്കുമ്പോൾ അള്ളാഹുവിന്റെ റസൂലിന്റെ കുടുംബ പരമ്പരയിൽപ്പെട്ട ആലിമീങ്ങൾ, അവരെ സംബന്ധിച്ചുള്ള മദ്ഹുകൾ പറയുന്നത് പുണ്യം തന്നെ. അവർ ഈ രാജ്യത്തിന് ചെയ്തിരിക്കുന്ന മഹത്തായ മാതൃകയാക്കി അതിനെ പിന്തുടർന്ന് അവരുണ്ടാക്കി വെച്ച സൽപ്രവർത്തികളെ നിലനിർത്തുകയും അതിൽ നിന്ന് മാതൃക ഉൾക്കൊണ്ടുകൊണ്ട് തുടർന്ന് നല്ല പ്രവർത്തനങ്ങൾ ഈ രാജ്യത്ത് നടപ്പാക്കുകയും ചെയ്യൽ, ഇതും ഈ അനുസ്മരണത്തിന്റെ പിന്നിൽ നമ്മുടെ ലക്ഷ്യമാണ്. ഏത് അനുസ്മരണത്തിന്റെ പിന്നിലും നമ്മുടെ ലക്ഷ്യം അതാണ്. ഞാൻ ഒരുപാട് ദീർഘിച്ച് പ്രസംഗിക്കാൻ പറ്റിയ, വിശാലമായൊരു വിഷയമെടുത്ത് പ്രസംഗിക്കാൻ പറ്റിയ ഒരു അവസരമല്ല ഇത്. ക്ഷണിക്കപ്പെടുമ്പോൾ ഉള്ളതുപോലെയല്ല ഇപ്പോൾ ഇവിടെ വരുന്ന സമയത്ത്. കാരണം 10 മണിയാകുമ്പോഴേക്ക് നമുക്കത് അവസാനിപ്പിക്കൽ നിർബന്ധമായ ഒരു പ്രത്യേക സാഹചര്യമാണ്. അതുകൊണ്ട് തന്നെ പരിമിതമായ സമയത്തിനുള്ളിൽ വിശാലമായ ഈ വിഷയത്തിൽ നിന്ന് ഒന്നും പറയാൻ കഴിയില്ല. അപ്പൊ നിങ്ങൾക്ക് തന്നെ പോകുമ്പോൾ തോന്നും പലതും പറയേണ്ടതുണ്ടായിരുന്നു, അത് പറഞ്ഞില്ല, ഇത് പറഞ്ഞില്ല എന്നൊക്കെ. അതായിരിക്കും പിന്നെ ഇതിന്റെ ശിഷ്ടഫലം. ഏതായിരുന്നാലും പറയുന്നതൊക്കെ തബറുക്ക് വിചാരിച്ച് പറയുകയും ആ പറയുന്നതിന്റെ പുണ്യം അല്ലാഹു നമുക്ക് നൽകുകയും ചെയ്യുമാറാവട്ടെ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, സയ്യിദന്മാർ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കുടുംബ പരമ്പര, അഥവാ നമ്മുടെ ഭാഷയിൽ അവരെ നാം പരിചയപ്പെടുത്തുന്നത് തങ്ങന്മാർ. ആരാണത്? അത് നബി തങ്ങളുടെ കുടുംബ പരമ്പരയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സന്താന പരമ്പരയാണ്. ഈ സന്താന പരമ്പരയെ കുറിച്ച് അവിടെ നിന്ന് പഠിപ്പിച്ചത് എന്താണ്? തറക്തു ഫീകും അംറൈൻ, രണ്ട് കാര്യം നിങ്ങളിൽ ഞാൻ ഉപേക്ഷിച്ചു പോകുന്നു. ലൻ തദില്ലു മാ തമസ്സക്തും ബിഹിമാ, ആ രണ്ട് കാര്യം നിങ്ങൾ മുറുകെ പിടിച്ചാൽ നിങ്ങൾ ഒരിക്കലും വഴിപിഴച്ചു പോവുകയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഈ ലോകത്തുള്ള ദൗത്യം പൂർത്തിയാക്കി ഈ ലോകത്തോട് വിട പറയുന്ന, ഈ ഉമ്മത്തിനോട് വിട പറയുന്ന അല്പം മുമ്പ് അവിടെ നിന്ന് നമുക്ക് നൽകുന്ന ഒരു സമ്മാനമാണ്. ഖിയാമത്ത് നാൾ വരെയുള്ള മുഴുവൻ മുഅ്മിനീങ്ങളോടുമാണ് ഈ പറയുന്നത്. നിങ്ങൾക്ക് രണ്ട് കാര്യം ഞാൻ ഉപേക്ഷിച്ചു പോകുന്നു. ഞാൻ ഇവിടെ നിന്ന് പോയാൽ പിന്നെ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾക്ക് അല്ലാഹുവിനെ കുറിച്ചും പരിശുദ്ധ ദീനിനെ കുറിച്ചും ഇസ്ലാമിയത്തും നിങ്ങൾക്ക് പഠിപ്പിക്കാൻ വേണ്ടി നിയുക്തരാക്കപ്പെട്ട ആളാണ് ഞാൻ. ഇവിടെ നിന്ന് പോയാൽ നിങ്ങൾ ഇനി എന്ത് ചെയ്യും?
അതിനുള്ളൊരു മാർഗം 2 കാര്യം പഠിപ്പിച്ചു തരാം. ആ 2 കാര്യം നിങ്ങൾ സ്വീകരിച്ചാൽ നിങ്ങൾ ഒരിക്കലും വഴിപിഴച്ചു പോവുകയില്ല. ഏതാണ് ആ 2 കാര്യം? കിതാബുല്ലാഹി വഇത്രതി. ഒന്ന് അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ. ആ ഖുർആൻ നിങ്ങൾ അനുസരിച്ച് ജീവിച്ചാൽ, ഖുർആനിന്റെ വിശദീകരണമായ 23 കൊല്ലക്കാലത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതം വഴി അതിനെ വ്യാഖ്യാനിച്ച 23 കൊല്ലത്തെ ജീവിതം മുഖേന പരിശുദ്ധ ഖുർആനിനെ മനസ്സിലാക്കുക. പിന്നെ ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അഇമ്മത്ത്, അവിടുത്തെ ഉമ്മത്തിലെ പണ്ഡിതന്മാർ പരിശുദ്ധ ഖുർആനിനെ എങ്ങനെ വ്യാഖ്യാനിച്ചുവോ ആ വ്യാഖ്യാനിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ഖുർആനിനെ മനസ്സിലാക്കിക്കൊണ്ട് ഖുർആനിനെ മുറുകെ പിടിക്കുക. എല്ലാവരും 10 മിനിറ്റ് ഒന്നിങ്ങോട്ട് ശ്രദ്ധ പോകാതിരുന്നാൽ 10 മിനിറ്റോടെ നിർത്തി അവസാനിപ്പിച്ചാൽ എല്ലാവരും ഇങ്ങോട്ട് ശ്രദ്ധിക്കും. കസേര കുറെ ഒഴിവുണ്ട് ഇവിടെ, പുറത്തുള്ളവർ ഇങ്ങോട്ട് കയറിയിരുന്നാൽ ആ കസേര വെറുതെ കിടക്കണ്ട. വാടകയ്ക്ക് കൊണ്ടുവന്ന കസേരയല്ലേ, വെറുതെ അങ്ങോട്ട് കയറിയിരുന്ന ആ പുറകുന്നൊന്നും ഇങ്ങോട്ട് നീങ്ങി ഒന്ന് സൗകര്യം ചെയ്തു കൊടുത്താൽ. ഒരുപാട് കസേരയുടെ വെറുതെ കിടക്കുന്നു, പുറത്ത് ആളുകൾ നിൽക്കുകയും ചെയ്യുന്നു. അങ്ങോട്ട് മുന്നോട്ട് വരും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസ്, 1 അല്ലാഹുവിന്റെ ഖുർആൻ, 2 വഇത്രതി എന്റെ സന്താന പരമ്പര. അല്ലാഹുവിന്റെ റസൂൽ നമുക്ക് വേണ്ടി ഉപേക്ഷിച്ചു പോയ സംഗതിയാണ്, അവിടുന്ന് പഠിപ്പിച്ചതാണ്. ഖിയാമത്ത് നാൾ വരെ ഒരാൾക്ക് ദീൻ മനസ്സിലാക്കാൻ, അള്ളാഹുവിന്റെ യഥാർത്ഥ ദീൻ, പരിശുദ്ധ ദീൻ മനസ്സിലാക്കാൻ, അള്ളാഹുവിനെ മനസ്സിലാക്കാൻ, നരകത്തിൽ നിന്ന് രക്ഷപ്പെട്ട് സ്വർഗം പ്രാപിക്കാൻ, ഖൽബ് ഈമാൻ കൊണ്ട് പ്രകാശിക്കാൻ അള്ളാഹു നമുക്ക് നൽകിയ, അള്ളാഹുവിന്റെ റസൂൽ നമുക്ക് ഉപേക്ഷിച്ചു തന്നു പോയത് 1 അള്ളാഹുവിന്റെ ഖുർആൻ തന്നെ. രണ്ടാമത്തത് അള്ളാഹുവിന്റെ റസൂലിന്റെ കുടുംബ പരമ്പര. ഇത് പറയുമ്പോ ചില ആളുകൾക്കൊരു വാദമുണ്ട്, നബിതങ്ങളുടെ കുടുംബ പരമ്പര കർബലയിൽ വെച്ച് എല്ലാം അസ്തമിച്ചു പോയി. ഈ ഹദീസ് എന്ത് പഠിപ്പിക്കുന്നു? ഈ ഹദീസ് എന്ത് പഠിപ്പിക്കുന്നു? നബി തങ്ങളുടെ കുടുംബ പരമ്പര കർബലയിൽ വെച്ച് മുഴുവനും അസ്തമിച്ചു, അതെല്ലാം ഷഹീദായി, ഒരെണ്ണവും ബാക്കിയില്ല, ആ പരമ്പര ഈ ലോകത്തില്ല എന്ന് വ്യക്തമായി വെട്ടിത്തുറന്ന് ബിദ്അഈ കക്ഷികൾ പ്രസംഗിക്കാറുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ദീൻ മനസ്സിലാക്കാനും ഹിദായത്തിനും വേണ്ടി നിശ്ചയിക്കപ്പെട്ട 2 കാര്യങ്ങൾ, 1 ഖുർആൻ, 1 നബി തങ്ങളുടെ കുടുംബ പരമ്പര. നാളെ പരലോകത്ത് അള്ളാഹു വിചാരണ ചെയ്യുമ്പോ, പടച്ചവനെ, ഞങ്ങൾക്ക് ഹിദായത്തിന് നിശ്ചയിക്കപ്പെട്ടതിൽ പകുതിയേ ഞങ്ങൾക്ക് കിട്ടിയിട്ടുള്ളൂ, പകുതി കർബലയിൽ വെച്ച് നഷ്ടപ്പെട്ടു പോയി, അതുകൊണ്ട് പകുതി ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല എന്ന് പറയുമോ? അതല്ല, ഖിയാമത്ത് നാൾ വരെ ആ പരമ്പര നിലനിൽക്കുമെന്ന് നബി തങ്ങളുടെ ആ ഹദീസിന്റെ സൂചനയിൽ തന്നെ ഇല്ലേ? വ്യക്തമല്ലേ ആ പറഞ്ഞത്? അപ്പോൾ ഖിയാമത്ത് നാൾ വരെ ആ പരമ്പര നിലനിൽക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ ഹദീസ് തന്നെ വ്യക്തമാക്കി തരുന്നുണ്ട്. രണ്ടാമത്തേത്, ഖുർആൻ ഒരു മനുഷ്യന് എങ്ങനെ ഹിദായത്തിന് മാർഗരേഖയാണോ അതുപോലെ നമ്മുടെ ഈമാൻ രക്ഷപ്പെടാൻ,
നരകത്തിൽ പോയി പതിക്കാതെ സ്വർഗം പ്രാപിക്കാൻ, അള്ളാഹുവിന്റെ സ്വർഗത്തിലെത്താൻ പരിശുദ്ധ ഖുർആനിനെ കൊണ്ട് നമുക്ക് കിട്ടുന്നത് പോലെയുള്ള നേട്ടം, മറ്റൊരു നേട്ടം നബിതങ്ങളുടെ കുടുംബ പരമ്പരയെ സ്വീകരിക്കലാണ്. ആ കുടുംബ പരമ്പര മുഖേനയല്ലാതെ ഹിദായത്ത് നമുക്ക് ലഭിക്കുകയില്ല. ലോക ചരിത്രം പരിശോധിച്ചാൽ നിങ്ങൾക്കറിയാം, ഏത് കാലത്തും ഈ സമൂഹത്തിന്റെ നേതൃത്വം വഹിച്ചവർ മുഴുവനും പ്രധാനികളൊക്കെ സാദാത്തുക്കളായിരിക്കും. ഇപ്പൊ കേരളത്തിൽ വരുന്നതിന് മുൻപ്, ഇസ്ലാം കേരളത്തിൽ പ്രചരിക്കുന്നതിന് മുൻപ് പഴയ കാലത്തേക്ക് ചിന്തിച്ചാൽ അള്ളാഹുവിന്റെ ദീനീ പ്രചരണ രംഗത്ത് ഏറ്റവും ഉയർന്നു നിൽക്കുന്ന അതിമഹത്തായ പ്രധാനികളായിരുന്നു അൽ അഖ്താബുൽ അർബഅ, 4 ഖുതുബുകൾ. ഒന്ന് ശൈഖ് മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദിറുൽ ജീലാനി റളിയല്ലാഹു അൻഹു, 2 അഹ്മദുൽ കബീർ റിഫായി റളിയല്ലാഹു അൻഹു. ആ ഡ്രൈവർ എടുത്തുകൊണ്ട് പോയിക്കോളൂ, നിങ്ങൾ അങ്ങോട്ട് നോക്കിയിരിക്കണം. എന്തിനാ നിങ്ങൾ ഇങ്ങോട്ട് ശ്രദ്ധിച്ചാലേ, അല്ലെങ്കിൽ എനിക്കും തന്നെ മനസ്സ് മാറും. നിങ്ങൾ ഇങ്ങോട്ട് ശ്രദ്ധിച്ചാൽ മതി, കാർ അങ്ങനെ പോയിക്കോളും, അതാ ഡ്രൈവർ കൊണ്ടുപോയിക്കോളും. രണ്ടാമത്തത് റിഫായി ശൈഖ് റളിയല്ലാഹു അൻഹു, മൂന്നാമത്തത് അഹ്മദുൽ ബദവി റളിയല്ലാഹു അൻഹു, നാലാമത്തത് ഇബ്രാഹിം അദ്ദസൂഖി റളിയല്ലാഹു അൻഹു, ശേഷം അബുൽ ഹസൻ അലി ഷാദിലി റളിയല്ലാഹു അൻഹു. ഇവരൊക്കെ ദീനിന്റെ ഖുതുബുകൾ, ഔലിയാക്കന്മാരിലെ ഏറ്റവും ഉയർന്ന സ്ഥാനത്തുള്ളവരാണ്. അവർ ജീവിച്ചത് മുഴുവനും അള്ളാഹുവിന്റെ ദീനിന്റെ നേതൃത്വമാണ്. ദീനിന്റെ ഖാദിമാരാണ്, ജനങ്ങൾക്ക് ഹിദായത്ത് പഠിപ്പിക്കുന്നവരാണ്, ജനങ്ങൾക്ക് സന്മാർഗം പുൽകാൻ ഈ രാജ്യത്ത് ജീവിച്ചു. അഡ്രസ് ഉണ്ടാക്കി ലക്ഷക്കണക്കിന് ജനങ്ങളെ ഇസ്ലാം പുൽകിക്കൊണ്ട് ഈ ലോകത്തോട് വിട പറഞ്ഞവരാണ്. ഇന്ത്യയിലേക്ക് നോക്കിയാൽ ഖാജാ മുഈനുദ്ദീനുൽ ചിശ്തിയിൽ അജ്മീരി റളിയല്ലാഹു അൻഹു, കേരളത്തിൽ ആദ്യം വന്ന സയ്യിദ്, വളപട്ടണത്തെ സയ്യിദ് അഹമ്മദ് ജലാലുദ്ദീനുൽ ബുഖാരി റളിയല്ലാഹു അൻഹു, അവരുടെ മകനാണ് കൊച്ചിയിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന ഇസ്മായിലുൽ ബുഖാരി റളിയല്ലാഹു അൻഹു. നമ്മുടെ ഫത്ഹുൽ മുഈനിന്റെ മുസന്നിഫായ സൈനുദ്ദീൻ മഖ്ദൂമിന്റെ ശൈഖാണ്. ബഹുമാനപ്പെട്ട സൈനുദ്ദീൻ മഖ്ദൂമിന്റെ ശൈഖാണ് ഇസ്മായിലുൽ ബുഖാരി റളിയല്ലാഹു അൻഹു. കൊച്ചിയിലെ ഇൽമും സിയാദത്തും ഒരുമിച്ച് കൂടിയ ഒരു മഹത്വമാണ്. ഇവർക്കൊക്കെ എന്തായിരുന്നു പണി? ഈ രാജ്യത്തെ ജനങ്ങളെ ഹിദായത്തിലേക്ക് നയിക്കുകയായിരുന്നു. ദീനിന്റെ നേതൃത്വം ഏത് കാലത്തും സയ്യിദന്മാരുടെ, അഖ്താബുൽ അർബഅത്തൊക്കെ സാദാത്യങ്ങൾ, ശേഷം ഔലിയാക്കന്മാരിൽ പ്രധാനികളൊക്കെയും സയ്യിദന്മാർ. സയ്യിദന്മാരുടെ മുഖേനയാണ് പരിശുദ്ധ ദീൻ കേരളത്തിൽ പ്രചരിച്ച. എവിടെ നോക്കിയാലും മമ്പുറത്ത് ചെന്ന ഖുതുബുസ്സമാൻ സയ്യിദ് അലവി തങ്ങൾ, കേരളത്തിന്റെ ഏതറ്റത്ത് പോയി നോക്കിയാലും സാദാത്തുക്കളുടെ നീണ്ട നിര കാണാൻ കഴിയും. ഈ പ്രദേശത്ത് പരിശുദ്ധ ദീനിന് നേതൃത്വം കൊടുത്തതാണ് ബഹുമാനപ്പെട്ട അബ്ദുൽ ഖാദിർ ബഅലവി തങ്ങൾ സയ്യിദ് അവറുകളാണ്. ഇവിടെ ഈ മഹത്തായ സ്ഥാപനത്തിന് തറക്കല്ലിട്ടു, അതിന് അസ്ഥിവാരമുണ്ടാക്കി പടുത്തുയർത്തി കൊണ്ടുവന്നു. പിൽക്കാലത്തും അത് നേതൃത്വം വഹിക്കുന്നതും സയ്യിദന്മാരാണ്. ലോക ചരിത്രം പരിശോധിച്ചാൽ എവിടെയും സാദാത്തുക്കളുടെ പങ്ക് നിസ്സാരമല്ല. എന്തിനാണ് ഈ സാദാത്തുക്കൾ നിശ്ചയിച്ചത്? ആ മഹത്തായ സാദാത്തുക്കൾ നമ്മുടെ ഈമാനാണ്, ഈമാനിന്റെ സംരക്ഷണമാണ്. ഒരാൾക്ക് യഥാർത്ഥ മുഅ്മിനാകണോ, ഒരു സയ്യിദിനെ പിടിക്കാതെ സാധ്യമല്ല. ആ സയ്യിദ് മുഖേനയല്ലാതെ സാധ്യമല്ല. കാരണം കിതാബുല്ലാഹി വഇത്രതി, എന്റെ അള്ളാഹുവിന്റെ കിതാബും എന്റെ സന്താന പരമ്പരയും, ഇത് രണ്ടും നിങ്ങൾ മുറുകെ പിടിച്ചാൽ ഒരിക്കലും നിങ്ങൾ പിഴക്കില്ല. സയ്യിദന്മാരെ മുഴുവനും ഒഴിവാക്കിയിട്ട് അതൊന്നും വേണ്ടാന്ന് തീരുമാനിച്ചാൽ ഹിദായത്ത് കിട്ടൂല. യഥാർത്ഥ മുഅ്മിനായി നരകം തൊടാതെ സ്വർഗത്തിലേക്ക് പോകാൻ കഴിയില്ല. കാരണം അല്ലാഹു റസൂൽ പഠിപ്പിച്ചത്, നിങ്ങൾക്ക് 2 കാര്യം ഞാൻ ഉപേക്ഷിക്കുന്നു എന്ന് പറഞ്ഞതിൽ ഒന്ന് ഖുർആനാണ്, മറ്റൊന്ന് സാദാത്തുക്കളാണ്, സയ്യിദന്മാരാണ്. അപ്പൊ നാം എന്തു വേണം? എപ്പോഴും ആ സാദാത്തുക്കളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കുടുംബ പരമ്പര എന്റെ ഈമാനിന്റെയും ഹിദായത്തിന്റെയും വിജയത്തിന് വേണ്ടി, രക്ഷയ്ക്ക് വേണ്ടി
എനിക്ക് പരലോകം രക്ഷപ്പെടാൻ വേണ്ടി അള്ളാഹു നിശ്ചയിച്ചു തന്ന പ്രത്യേക വിഭാഗമാണെന്ന് മനസ്സിലാക്കി ഉൾക്കൊണ്ടുകൊണ്ട് അവരെ സ്വീകരിക്കുകയും ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യണമെന്നതാണ് പ്രധാനമായി ഈ സദസ്സിൽ എന്റെ നഫ്സിനോടും നിങ്ങളോടും എനിക്ക് പറയാനുണ്ട്. അവരുടെ ശ്രേഷ്ഠത, ഒരാള് ഈ ദുനിയാവിൽ മാക്സിമം നന്നായാൽ അയാൾക്ക് എന്താകാൻ പറ്റും? ഒരാൾ കഠിനാധ്വാനം ചെയ്ത് കഷ്ടപ്പെട്ട് പണിയെടുത്ത് അധ്വാനിച്ചാൽ അയാൾക്ക് എന്താകാൻ പറ്റും? മയ്യുരിദില്ലാഹു ബിഹി ഖൈറൻ യുഫഖിഹുഹു ഫിദ്ദീൻ, അയാൾക്കൊരു നല്ല മൂല്യരാകാൻ പറ്റും, തികഞ്ഞ ഒരു പണ്ഡിതനാകാൻ പറ്റും. കഷ്ടപ്പെട്ട് അധ്വാനിച്ചാൽ നല്ല തികഞ്ഞ ഒരു പണ്ഡിതനാകാം. അള്ളാഹുവിന്റെ സൃഷ്ടികളിൽ ഏറ്റവും ശ്രേഷ്ഠപ്പെട്ട ഒരാളാകാം. ആലിമാകുക വഴി സയ്യിദാകാൻ പറ്റുമോ? അത് ആ കുടുംബത്ത് പറക്കന്നെ വേണ്ടേ? അത് അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹിന്റെ കുടുംബ പരമ്പരയിൽ വരുത്തിയാൽ തന്നെയല്ലേ പറ്റുള്ളൂ. ആ കുടുംബ പരമ്പരയിൽ ജനിക്കുകയും ഇൽമുണ്ടാവുകയും ചെയ്താൽ ഈ ഭൂമിയിൽ അദ്ദേഹത്തെ കവച്ചു വെക്കുന്ന ഒരു വ്യക്തി, ആലിമായ ഒരു സയ്യിദിനെ കവച്ചു വെക്കാൻ അള്ളാഹുവിന്റെ പ്രപഞ്ചത്തിൽ ഇന്നത്തെ ദുനിയാവിൽ ഇനി ഒരു സൃഷ്ടിയില്ല. ഒരു ആലിമായ ഒരു സയ്യിദ്, നമ്മൾക്ക് എത്ര എത്ര ആലിമീങ്ങളായ സയ്യിദന്മാരെയാണ് നമ്മൾ കൺമുമ്പിലുള്ളത്. എന്തൊരു ഭാഗ്യവാന്മാരാണ് നാം. പക്ഷേ അത് ആ ബഹുമാനം പലരും ഉൾക്കൊള്ളുകയും, ആലിം സയ്യിദാണ്, ആലിമാണ്. ഒരു ആലിമായ സയ്യിദിനെ കുറ്റം പറഞ്ഞാൽ സയ്യിദിനെയാണ് കുറ്റം പറയുന്നത്, റസൂലുള്ളാഹിന്റെ കുടുംബത്തിനാണ് ആക്ഷേപിക്കുന്നത്, ആലിമിനെയാണ് ആക്ഷേപിക്കുന്നത്. രണ്ട് കുഴപ്പം അവിടെ വരാനുണ്ട്. അതുകൊണ്ട് എപ്പോഴും സൂക്ഷിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കുടുംബ പരമ്പരയെ ഒരിക്കലും ആക്ഷേപിക്കരുത്, അവരെ കുറ്റപ്പെടുത്താൻ പാടില്ല. അവരിൽ നിന്ന് കുരുത്തക്കേടുകൾ സംഭവിക്കാതെ സൂക്ഷിക്കുകയും വേണം. അവരുടെ പവറും സ്ഥാനവും ബഹുമാനവും എന്താണ് നീട്ടി വിശാലമായി പറയാൻ നമ്മുടെ സമയം അനുകൂലമല്ല എന്നതുകൊണ്ട് തന്നെ ഞാൻ വിഷയത്തിലേക്ക് ആഴത്തിലേക്ക് കടന്നു ചെല്ലാൻ ഉദ്ദേശിക്കുന്നില്ല. ബഹുമാനപ്പെട്ട സയ്യിദന്മാരുടെ ശ്രേഷ്ഠത ഞാൻ ഒന്ന് പറയട്ടെ. ബഹുമാനപ്പെട്ട ഇബ്നു ഹജറുൽ ഹൈത്തമി റഹ്മത്തുള്ളാഹി അലൈഹി തന്റെ ഫതാവൽ ഹദീസിൽ പറഞ്ഞിട്ടുണ്ട്, മഹാന്മാരായ പല പണ്ഡിതന്മാരും അവരുടെ ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്, ഒരു മഹാൻ, ഒരു സയ്യിദ് അല്ലാഹുവിന്റെ റസൂല് വരെ മുട്ടുന്ന പരമ്പര കൃത്യമാണെങ്കിൽ, റസൂലുള്ള വരെ മുട്ടുന്ന പരമ്പര യാതൊരു കണ്ണിയറ്റുപോകാതെ, ബാപ്പാന്റെ വാപ്പ സയ്യിദാണ്, അവരുടെ വാപ്പ സയ്യിദാണ്, അവരുടെ വാപ്പ സയ്യിദാണ്, ആ പരമ്പര റസൂലുള്ള വരെ മുട്ടുന്ന പരമ്പര കൃത്യമാണെങ്കിൽ, മുഴുവനും സയ്യിദന്മാരാണെങ്കിൽ, അങ്ങനെ പറഞ്ഞാൽ സയ്യിദല്ലാത്ത ഒരാള് തങ്ങൾ എന്ന് പറഞ്ഞ് നടക്കുമോ? ഒരു പക്ഷേ അബദ്ധത്തിൽ വിവരമില്ലാത്തതിന്റെ പേരിൽ ചിലപ്പോ ഒരു സയ്യിദ് കുടുംബത്തിൽപ്പെട്ട പെൺകുട്ടിയെ, ഒരു ബീവിക്കുട്ടിയെ, ഒരു സയ്യിദത്തിന് സയ്യിദല്ലാത്ത മറ്റൊരാൾ വിവാഹം ചെയ്താൽ അതിൽ ജനിക്കുന്ന കുട്ടി തങ്ങളാവുകയില്ല, സയ്യിദാവുകയില്ല, കുടുംബ പരമ്പര നിലനിൽക്കുകയില്ല. ഒരു തങ്ങൾ കുടുംബത്തിൽ നിന്ന് ഒരു നാടൻ, ഒരു സാധാരണക്കാരൻ ഒരു വിവാഹം ചെയ്താൽ ഭാര്യ സയ്യിദത്താണ്, റസൂലുള്ളാഹിന്റെ കുടുംബത്തിൽപ്പെട്ട ആളാണ്. പക്ഷേ വാപ്പയെ കൊള്ളയാണ് പരമ്പര ചേർക്കുന്നത്, വാപ്പാനെ കൊള്ളയാണ് പരമ്പര ചേർക്കുക എന്നതുകൊണ്ട് തന്നെ തങ്ങളല്ലാത്ത ഒരാൾ റസൂലുള്ളാഹിന്റെ കുടുംബത്തിൽ നിന്നൊരു പെണ്ണിനെ വിവാഹം ചെയ്തതുകൊണ്ട് അതിൽ ജനിക്കുന്ന കുട്ടി തങ്ങളല്ല, സയ്യിദല്ല, റസൂലുള്ളാഹിന്റെ കുടുംബ പരമ്പരയല്ല. പക്ഷെ അറിവില്ലാത്തതിന്റെ പേരിൽ തങ്ങള് എന്നങ്ങ് വിളിച്ചു പോന്നു എന്ന് സങ്കല്പിക്കുക. അങ്ങനെ പരമ്പര മുറിയാമല്ലോ, വേറെയും നിലക്ക് പരമ്പര മുറിയാമല്ലോ. റസൂലുള്ള വരെ എത്തുന്ന പരമ്പര, ഒരു സയ്യിദിന്റെ പരമ്പര, റസൂലുള്ള വരെ എത്തുന്ന പരമ്പര മുറിയാത്ത തങ്ങളാണെങ്കിൽ ആ തങ്ങള് ഈ ലോകത്ത് നിന്ന് വിട്ടുപിരിയുന്ന സമയത്ത് ഈമാനോടുകൂടി മാത്രമേ മരിക്കൂ എന്ന് ഗ്യാരണ്ടിയാണ്. ഈ ദുന്യാവിൽ നിന്ന് പിരിഞ്ഞു പോകുമ്പോൾ, മരിച്ചു പോകുന്ന സമയത്ത് ഈമാനോടെ മരിക്കണേ എന്നാണല്ലോ നമ്മുടെ പ്രാർത്ഥന. പടച്ചവനെ ഈമാനോടുകൂടി മരിപ്പിക്കണേ എന്നാണ് പ്രാർത്ഥന. എന്നും എപ്പോഴും നമ്മളൊക്കെ അങ്ങനെ തന്നെയാണ് പ്രാർത്ഥിക്കേണ്ടത്. ഒരിക്കലും സമാധാനിച്ചിരിക്കാൻ നമുക്ക് അവസരം, ചാൻസ് ഇല്ല.
ഈമാനോടുകൂടി മരിപ്പിക്കണേ എന്നാണ് നമ്മുടെ പ്രാർത്ഥന. എന്നാൽ ഈമാനോടുകൂടി മാത്രമേ മരിക്കൂ. അവർ ഈമാൻ തെറ്റി മരിക്കുകയില്ല, അവർ ഈമാൻ നഷ്ടപ്പെട്ട് മരിക്കുകയില്ല, അവർ അവിശ്വാസിയായി മരിച്ചു പോവുകയില്ല, മുഅ്മിനല്ലാതെ മരിക്കുകയില്ലെന്ന് ഗ്യാരണ്ടി പറയപ്പെട്ട ഒരു കക്ഷി ഈ ഭൂമിയിൽ ഉണ്ടെങ്കിൽ അത് സയ്യിദന്മാര് മാത്രമാണ്. എന്ന ആയത്തിന്റെ തഫ്സീറിൽ പണ്ഡിതന്മാര് പറഞ്ഞിട്ടുണ്ട്, അവര് വിഗ്രഹാരാധന നടത്തുകയില്ല, അവരുടെ പക്കൽ നിന്ന് ശിർക്ക് സംഭവിക്കുകയില്ല, ഈമാൻ തെറ്റിപ്പോകുന്ന പണി സംഭവിക്കുകയില്ല, അവര് മുർത്തദ്ദാവുകയില്ല, അവർ ഈമാനോടുകൂടി മാത്രമേ മരിക്കൂ എന്ന് ഗ്യാരണ്ടിയാണ്. ഇങ്ങനത്തെ ഒരു കക്ഷി ദുനിയാവിൽ ആരാ ഉള്ളത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കുടുംബ പരമ്പര, റസൂലുള്ളവരെ നിലനിൽക്കുന്ന പരമ്പര കൃത്യമായ സയ്യിദാണെങ്കിൽ ആ പരമ്പര കണ്ണിയറ്റു പോകാത്ത ഒരു യഥാർത്ഥ സയ്യിദ് മുർത്തദ്ദാകൂല, ഇസ്ലാമിൽ നിന്ന് തെറ്റിപ്പോകൂല, അയാൾ യുക്തിവാദിയാകൂല. എത്രത്തോളം പണ്ഡിതന്മാര് പറഞ്ഞു. ചിലർക്കൊരു സംശയം ഇപ്പോൾ ജനിക്കുന്നുണ്ടാകും, എത്ര തങ്ങന്മാര് മുബത്തദിഈങ്ങളുണ്ട്, എത്ര തങ്ങന്മാര് ബിദ്അത്തിലേക്ക് പോയിട്ടുണ്ട്. ബർസഞ്ചി മൗലൂദിന്റെ ശറഹിൽ കാണാം, ഒരു സയ്യിദ് റസൂലുള്ളാഹിന്റെ കുടുംബ പരമ്പരയിൽപ്പെട്ട ഒരു സയ്യിദ് ബിദ്അത്തുകാരനായിട്ടുണ്ടെങ്കിൽ അത് റസൂലുള്ളാഹിനെ മുട്ടുന്ന പരമ്പര മുറിയാത്ത സയ്യിദാണെങ്കിൽ ആ തങ്ങള് തൗബ ചെയ്ത് സുന്നത്ത് ജമാഅത്തിൽ വരാതെ മരിക്കൂല. ബർസഞ്ചി മൗലൂദിന്റെ ശറഹിൽ പണ്ഡിതന്മാർ എഴുതി വെച്ചിട്ടുണ്ട്. എന്തുകൊണ്ട്? വയുതഹിറകും തത്ഹീറാ, അല്ലാഹു അവരെ ശുദ്ധീകരിച്ചിരിക്കുന്നു. മിൻ ഇബാദത്തിൽ അസ്നാം വറിദ്ദതി വസൂഇൽ ഖാതിമ. അല്ലാഹു തആല അവർ വിഗ്രഹാരാധന നടത്തുക എന്ന ഈമാൻ തെറ്റിപ്പോകുന്ന പണിയെ തൊട്ട്, മുർത്തദ്ദാകുന്ന പണിയെ തൊട്ട്, അവസാനം ഈമാൻ കിട്ടാതെ മരിച്ചു പോവുക എന്ന പണിയെ തൊട്ട് റസൂലുള്ളാഹിന്റെ കുടുംബ പരമ്പരക്ക് ആ ഒരു ദൂഷ്യം സംഭവിക്കില്ല. അവർ യഥാർത്ഥ ഈമാനോടുകൂടി മാത്രമേ മരിക്കുകയുള്ളൂ. ഇത്ര ശ്രേഷ്ഠരാണ് അള്ളാഹുവിന്റെ കാവൽ. അതെന്താണ്? അത് റസൂലുള്ളാഹിന്റെ പവറാണ്. അള്ളാഹുവിന്റെ റസൂലിന്റെ ബീജത്തിന്റെ ഒരംശം ഇന്നും ഏതൊരു സയ്യിദിന്റെ ശരീരത്തിലുമുണ്ട്. അത് റസൂലുള്ളാഹിന്റെ നുത്ഫത്താണ്, അവിടുത്തെ ബീജത്തിന്റെ ഒരു അംശം. ആ മുഅല്ലമായ ബഹുമാനമാക്കപ്പെട്ട നുത്ഫത്തിന്റെ ഒരു അംശം ലോകത്തുള്ള യഥാർത്ഥ സയ്യിദന്മാരിലൊക്കെ ഉണ്ട്. അത് നരകത്തേക്ക് പോകാൻ പറ്റുമോ? പറ്റില്ല. മരിക്കുന്നതിന് മുമ്പ് തൗബ ചെയ്യാതെ, യഥാർത്ഥ തൗബ ചെയ്ത് ഖാലിസ് നസൂഹായ തൗബ സംഭവിക്കാതെ ഒരു തങ്ങൾ മരിക്കൂല. അള്ളാഹുവിന്റെ കാവലാണ്. ഇത് ഖുർആൻ പഠിപ്പിച്ചതാണ്. ഖുർആനിന്റെ ആയത്ത് വെച്ച് തഫ്സീറിൽ പണ്ഡിതന്മാർ രേഖപ്പെടുത്തി വെച്ചതാണ്. അതുകൊണ്ട് നമ്മൾ വളരെ സൂക്ഷിക്കണം. അവരെന്തെങ്കിലും പറയേ, അവരെ എന്തെങ്കിലും കുറ്റപ്പെടുത്തേ, അവരാക്ഷേപിക്കേ, അവര് ഗുരുത്തക്കേട് വാങ്ങുകയെ, അതിന് നമ്മൾ പോകണം. അത് അവരും അള്ളാഹും അവരുടെ റസൂൽ. ഖുത്ബി മുഹമ്മദ് മുസ്ലിയാർ നബ്ബറല്ലാഹു മർഖദഹു, ഖുത്ബി ഉസ്താദിനെ കേൾക്കാത്ത ശംസുൽ ഉലമ, ഖുത്ബിയെ കേൾക്കാത്ത ആലിമീങ്ങളും സാധാരണയിൽ കാരണവന്മാരും ഈ സദസ്സിലുണ്ടാകില്ല, കേരളത്തിലുണ്ടാകില്ല. ഖുത്ബിയെ കേൾക്കാത്തവരും. ബഹുമാനപ്പെട്ട അല്ലാമ ഖുത്ബി പ്രസംഗിക്കുന്നത് ഞാൻ കേട്ടു എന്ന് എന്റെ ഒരു ഉസ്താദ് എന്നോട് പറഞ്ഞിട്ടുണ്ട്. എന്താ പറഞ്ഞത്? ലികുല്ലി നബിയിൻ ദഅവത്തും മുസ്തജാബ, എല്ലാ നബിമാർക്കും ഒരു ദുആ ഉണ്ട്. ഫദഅ കുല്ലു നബിയിൻ ദഅവതഹു, ഓരോ നബിമാരും അവരുടെ ദുആ നിർവഹിച്ചു പോയി. ഫതഅജ്ജല കുല്ലു നബിയിൻ ദഅവതഹു, ഓരോ നബിമാരും അവരുടെ ദുആ ദുനിയാവിൽ നിർവഹിച്ചു. അല്ലാഹു തആല അംബിയാഇന് ഒരു പ്രത്യേക ചാൻസ് കൊടുത്തു. എന്ത് കാര്യം നിങ്ങൾ ചോദിച്ചാലും അതിന് ഉത്തരം കിട്ടും. നിങ്ങൾ എന്താണോ ആവശ്യപ്പെടുന്നത് അല്ലാഹു തആല ഉത്തരം തരും. എവിടെ വെച്ചാണോ ചോദിക്കുന്നത് അവിടെ വെച്ച് തന്നെ തരും. എന്താണോ ചോദിച്ചത് ആ ചോദിച്ചത് തന്നെ അല്ലാഹു തആല ഉത്തരം തരും. ഇങ്ങനത്തെ ഒരു പ്രത്യേകമായ ദുആ അല്ലാഹു തആല സർവ്വ അംബിയാഇനും കൊടുത്തിട്ടുണ്ട്. നമ്മളൊന്ന് ദുആ ഇരുന്ന് നോക്ക്. അത് അംബിയാക്കളാണെങ്കിലും ശരി,
ആ ദ്വാരുന്നത് തന്നെ കിട്ടണമെന്നില്ല, അതിനേക്കാൾ ഖൈറായതായിരിക്കും കിട്ടുന്നത്. ചിലപ്പോൾ ആ ചോദിച്ചത് ഖൈറാണോ അല്ലേ നമുക്കറിയില്ലല്ലോ. റോട്ടിൽ ഇറങ്ങിയിട്ട് ഒരു ബസ്സിന് കൈ കാണിച്ചപ്പോ നിർത്തണമെന്നാണ് നമ്മുടെ ആഗ്രഹം. ആ ബസ് നിർത്താതെ പോയി. ദ്വാരുന്നിട്ട് ഉത്തരം കിട്ടിയില്ല. പഠിച്ചോനെ ഈ ബസ് ഒന്ന് നിർത്തി തരണേ. ആ ബസ് നിർത്താതെ പോയി. അടുത്ത് വന്ന ബസ്സിൽ ആ നിർത്താതെ പോയ സമയത്ത് നമുക്ക് മനസ്സിന് വേദനയുണ്ടായിരുന്നു. അടുത്ത ബസ് വന്നപ്പോൾ അതിൽ കയറിപ്പോകുന്ന സമയത്ത് വഴിയിൽ അതാ കാണുന്നു നേരത്തെ പോയ ബസ് മറിഞ്ഞു കിടക്കുന്നത്. അപ്പോഴാ തോന്നിയത് നിർത്താതെ പോന്നത് നന്നായി പോയി. അത് നിർത്തിയിട്ട് ഞാനതിൽ കയറിയിരുന്നുവെങ്കിൽ ആ ബസ് മറിയുമ്പോ ഞാനും അതിന്റെ കൂടെ മറിഞ്ഞു പോയിരുന്നില്ലേ. അപ്പൊ നമ്മൾ ചോദിച്ചത് അല്ല അല്ലാഹു തആല തരാ. ഇതങ്ങനെയല്ല. എന്താണോ ചോദിച്ചത് ഞാൻ ചോദിച്ചത് കിട്ടും. എവിടെ വെച്ചാണോ ചോദിച്ചത് അവിടെ വെച്ച് കൊടുക്കും. അങ്ങനത്തെ ഒരു പ്രത്യേക ദുആയുടെ ചാൻസ് സർവ്വ അമ്പിയാഇനും അല്ലാഹു കൊടുത്തു. അമ്പിയാക്കന്മാരൊക്കെ അത് ഓരോ ആവശ്യങ്ങൾ വന്നപ്പോൾ ദുആയിരുന്നു പോയി. ഫഇന്നിഖ്തബഅതു ദഅവതി ഇലാ യൗമിൽ ഖിയാമത്തി ശഫാഅത്തൻ ലിഉമ്മത്തി. എന്റെ ദുആ പരലോകത്തേക്ക് ഞാൻ നീട്ടിവച്ചിരിക്കുന്നു. ഞാൻ ദുനിയാവിന്ന് അത് ദുആ ചെയ്യുന്നില്ല, പരലോകത്തേക്ക് ഞാൻ അത് നീട്ടിവച്ചിരിക്കുന്നു. എന്തിനാണ് പരലോകത്തേക്ക് നീട്ടിവച്ചത്? ശഫാഅത്തൻ ലിഉമ്മത്തി, എന്റെ ഉമ്മത്തിന് ശഫാഅത്ത് ചെയ്ത് രക്ഷപ്പെടുത്താൻ എന്ന് പറഞ്ഞ ഹദീസ് ഓതിയിട്ട് ഖുതുബി ഉസ്താദ് പ്രസംഗിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് എന്നോട് പറഞ്ഞത് എന്റെ ദർസിലെ ഒരു ഉസ്താദാണ്. ആ ഉസ്താദ് കേട്ടിട്ടുണ്ടത്രേ. ഈ അടുത്താണ് ആ ഉസ്താദ് വഫാത്തായി പോയത്. അല്ലാഹു അവരുടെ ദറജ വർദ്ധിപ്പിക്കട്ടെ, അവരെ ബർസഖിയായ ജീവിതം സ്വർഗമാക്കി ഉയർത്തി 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 കൊടുക്കട്ടെ. ഉസ്താദ് പറയാണ്, ഞാൻ ആ സദസ്സിനെ പങ്കെടുത്തുകൊണ്ട് കേട്ടു. എന്താണ് ഖുതുബി പ്രസംഗിച്ചത്? സയ്യിദന്മാരെ കുറ്റം പറയരുത്, സയ്യിദന്മാരെ ആക്ഷേപിക്കരുത്, അവരെ നിങ്ങൾ അദബുകേട് പെരുമാറുകയോ പ്രവർത്തിക്കുകയോ പറയുകയോ ചെയ്യരുത്. എന്തു വേണം? നിങ്ങൾ പരമാവധി ക്ഷമിച്ചും സഹിച്ചും അവരുടെ ഗുരുത്വം വാങ്ങാൻ നോക്കണം. കാരണം നാളെ പരലോകത്ത് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ശഫാഅത്ത് ചെയ്യാനുള്ള അധികാരം അല്ലാഹു കൊടുത്തത് അവിടത്തെ പേരക്കുട്ടികളിലെങ്ങാനും ഒതുക്കിക്കളഞ്ഞാൽ നമ്മുടെ കാര്യം അപകടമാണ്. ശഫാഅത്തൻ ലി ഉമ്മത്തി എന്ന് പറഞ്ഞ ആ ഉമ്മത്ത് അത് അവിടുത്തെ മക്കളിൽ മാത്രമെങ്ങാനും ഒതുക്കി കളഞ്ഞുകൂടാ എന്നില്ലല്ലോ. ഒരു ബാപ്പക്ക് അവിടുത്തെ മക്കളോട് സ്നേഹമില്ലാതിരിക്കുമോ? ആ മക്കളിൽ അത് ഒതുക്കി കളയുന്നതിനും വിരോധമില്ല. അങ്ങനെ എങ്ങാനും അല്ലാഹുവിന്റെ റസൂൽ തങ്ങൾക്ക് ശഫാഅത്ത് ചെയ്യാനുള്ള അധികാരം അവിടുത്തെ പേരമക്കളിൽ അങ്ങ് ഒതുക്കി കളഞ്ഞാൽ സാധുക്കളായി നമ്മൾ കുടുങ്ങിയതല്ലേ. അപ്പോഴും ആ പേരമക്കളിലൂടെയല്ലാതെ നമുക്ക് പരലോകത്തും രക്ഷപ്പെടാൻ കഴിയില്ല എന്ന് ഖുതുബി ഉസ്താദ് പ്രസംഗിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് എന്ന് ഒരു വലിയ മഹാനായ പണ്ഡിതൻ പറയുന്ന കേട്ട അറിവാണ് എനിക്കുള്ളത്. അതിന് രേഖയൊന്നും ചോദിച്ചപ്പോൾ കൊടുക്കാൻ കഴിയൂല. ഞാൻ ഈ പ്രസംഗം തുടങ്ങുന്ന സമയത്ത് തന്നെ പറഞ്ഞു നെറ്റ് ഓഫാക്കണതൊന്നും നെറ്റിന് വിടാൻ പാടില്ല, എനിക്ക് സമ്മതമാണ്. എൻ്റെ ഒരു പ്രസംഗം ഇന്നത്തെ കാലം മിണ്ടാൻ പാടില്ല. അത് ഫസാദ് ബുക്കിലേക്ക് അങ്ങോട്ട് കയറും. അതൊരു ഫസാദിന്റെ ബുക്കാണ്. ആ ഫസാദ് ബുക്കിൽ കണ്ട് കയറിയാൽ പിന്നെ ലോകം മുഴുവനും അത് ചർച്ചയാണ്. പിന്നെ അത് ഏത് കിതാബിലാ പറഞ്ഞത് എന്ന് ചോദിച്ചാൽ ചിലപ്പോൾ ചില സംഗതികളൊന്നും പറയാൻ കിട്ടില്ല. കൈപ്പറ്റ ഉസ്താദ് ആ മഹാ ആലിമിന് നമ്മളെ ഉസ്താദാണ്. കൈപ്പറ്റ ഉസ്താദിന്റെ കൂടെ സ്വർഗത്തിലുള്ള നമ്മൾക്ക് ഒരുമിച്ച് കൂട്ടി തരട്ടെ. കൈപ്പറ്റ ഉസ്താദിന്റെ ഒരു അനുഭവം, ചെറിയ അലിക്കുഞ്ഞു ഉസ്താദ് ഞാൻ ഈ ഏരിയയിൽ വന്നപ്പോൾ പ്രത്യേകിച്ച് അതൊന്ന് ഓർക്കുകയാണ്. ചെറിയ അലിക്കുഞ്ഞു മുസ്ലിയാർ പറഞ്ഞേ, അലിക്കുഞ്ഞു ഉസ്താദിനെ കാണാൻ ചെന്നപ്പോൾ കൈപ്പറ്റ ഉസ്താദിന്റെ ശിഷ്യനാണ് എന്ന് പറഞ്ഞ സമയത്ത് എന്തോ ഒരു ബഹുമാനം അലിക്കുഞ്ഞു ഉസ്താദിന്. അലിക്കുഞ്ഞു ഉസ്താദിന്റെ ഒരു അനുഭവം പറഞ്ഞു. കാഞ്ഞങ്ങാടിന്റെ പരിസരത്ത് കൈപ്പറ്റ ഉസ്താദ് ദർസ് നടത്തിയിരുന്നവർ. കൈപ്പറ്റ ഉസ്താദിന്റെ ഉസ്താദാണ് ഖുതുബി ഉസ്താദ്. കൈപ്പറ്റ ഉസ്താദ് ദർസ് നടത്തുന്ന മഹലിന്റെ ആ പരിസര പ്രദേശത്ത് എവിടെയോ കൈപ്പറ്റ ഉസ്താദ് ഖുതുബി ഉസ്താദ് വന്നു എന്ന വാർത്ത കൈപ്പറ്റ ഉസ്താദ് അറിഞ്ഞു. ആ സമയം മുതൽ ഖുതുബി ഉസ്താദ് പോയി എന്ന ഉറപ്പ് കിട്ടുന്നത് വരെ കൈപ്പറ്റ ഉസ്താദ് ആ പള്ളിയിൽ ഇരുന്നിട്ടില്ല. ഉസ്താദിനെ ബഹുമാനിച്ചിട്ട്
എന്റെ ഉസ്താദ് ഈ മഹല്ലിൽ എവിടെയോ വന്നിട്ടുണ്ട് എന്ന് കേട്ടു. ഇതിന്റെ പരിസരത്ത്, മാട്ടൂലിന്റെ പരിസരത്ത് എവിടെയോ ഖുത്ബി ഉസ്താദ് വന്നിട്ടുണ്ട് എന്ന് പള്ളിയിലെ മുദർരിസായ കൈപ്പറ്റ ഉസ്താദ് കേട്ടു. എന്റെ ഉസ്താദാണല്ലോ ഇവിടെ വന്നിക്കണത്. ആ ഉസ്താദിനെ ബഹുമാനിച്ചിട്ട് ബഹുമാനപ്പെട്ട കൈപ്പറ്റ ഉസ്താദ് ഖുത്ബി ഉസ്താദ് പോയി എന്ന് ഉറപ്പ് കിട്ടുന്നത് വരെ ആ പള്ളിയിൽ ഇരുന്നില്ല. നിന്നു, ഉസ്താദിനെ ബഹുമാനിച്ചിട്ട് നിന്നു. ഇത് ശരിയാ അലിക്കുഞ്ഞ് ഉസ്താദ് കണ്ട് അനുഭവിച്ചു എന്ന് പറഞ്ഞിട്ടാ നമുക്ക് പറഞ്ഞത്. ആ അലിക്കുഞ്ഞ് ഉസ്താദ് അത് പറയുമ്പോ കരയുന്നുണ്ടായിരുന്നു. അലിക്കുഞ്ഞ് ഉസ്താദിന്റെയും ദറജ അല്ലാഹു വർദ്ധിപ്പിച്ചു കൊടുക്കുമാറാവട്ടെ. അവരെയും നമ്മളെയും അല്ലാഹു സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടി തരട്ടെ. ഇതൊക്കെ ഇപ്പൊ രേഖ ചോദിച്ചാൽ പറഞ്ഞു കൊടുക്കാൻ കഴിയും. അവരെ വിശ്വാസമുള്ള നമ്മളത് അംഗീകരിക്കുന്നു, വിശ്വസിക്കുന്നു, പറയുന്നു. അത് വഴി ഒരു തഅദീം ഒരു മനുഷ്യരുണ്ടായി കിട്ടുകയാണെങ്കിൽ അതൊരു ഖൈറാകുന്നു. അതുകൊണ്ട് തന്നെ ഇപ്പൊ ഇന്ന് പ്രസംഗിക്കാൻ വളരെ പേടിയായി. എന്തെങ്കിലും അബദ്ധത്തിൽ നാവുമെന്ന് ഒരു കെലിമത്ത് വീണുപോയാൽ പിന്നെ നാളെ സോഷ്യൽ മീഡിയയിൽ ചർച്ച. അതാണ് ഞാൻ പൊരുത്തപ്പെടില്ല. ഒരിക്കലും എന്റെ പ്രസംഗം നെറ്റിലൂടെ വിടുന്നത് ഇപ്പോൾ ഞാൻ തീരെ നിരോധിച്ചിരിക്കുന്നു. ഒരിക്കലും ചെയ്യാൻ. മനുഷ്യനാണ്, അബദ്ധങ്ങളൊക്കെ അങ്ങനെ വലുതും പറ്റും. എന്തെങ്കിലുമൊക്കെ പറഞ്ഞു. അപ്പൊ ഞാൻ സമയം വെറുതെ കളയുന്നില്ല. അപ്പോ ഞാൻ ചുരുക്കുന്നു. ബഹുമാനപ്പെട്ട സയ്യിദന്മാരെ ഈ വിധത്തിൽ നിങ്ങൾ മനസ്സിലാക്കുകയും അവരെ കൊണ്ട് ബഹുമാനം നേടിയെടുക്കുകയും ബറക്കത്ത് സിദ്ധിക്കുകയും ചെയ്യണമെന്നാണ് ഈ സന്ദർഭത്തിൽ എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്. ഈ നാട്ടിന്റെ പ്രകാശമാണ്. അവർ ആത്മീയ ലോകത്തും ഇന്നും നമ്മളെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നവരാണ്. നമ്മുടെ കൺമുമ്പിൽ നിന്ന് മറിഞ്ഞിട്ടേ ഉള്ളൂ. ഇന്നും അവർ നമ്മളെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുകയാണ്. അവരിതൊക്കെ അറിയുന്നുണ്ട്. നമ്മുടെ കണ്ണു മുന്നിൽ നിന്ന് മറഞ്ഞു എന്ന് മാത്രം. മരണം എന്ന് പറഞ്ഞാൽ നശിച്ചു പോകാന്നല്ല, നമ്മുടെ കൺമുമ്പിൽ അവർ മറ്റൊരു ലോകത്തേക്ക് പോകും. മരിച്ചതിന് ശേഷം നമ്മുടെ മഹല്ലത്തിന്റെ ഖാദിയായ സയ്യിദ് അവറുകൾ അബ്ദുൽ ഖാദിർ ബഅലവി തങ്ങൾ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് ആ പള്ളിയിൽ നടക്കുന്ന സംഭവങ്ങൾ അറിയും. അവർ കാണുകയോ അറിയുകയോ ചെയ്യില്ലെങ്കിൽ പിന്നെ എന്തിനാ അവിടെ ചെന്നിട്ട് അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞു? അസ്സലാമു അലൈക്കും എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അല്ലാഹുവിന്റെ രക്ഷ ഉണ്ടാവട്ടെ എന്നല്ലേ അതിന്റെ അർത്ഥം? നിങ്ങൾക്ക് അല്ലാഹുവിന്റെ രക്ഷ ഉണ്ടാവട്ടെ എന്ന്. ഇത് നേരിട്ട് അഭിമുഖ സംബോധനമാണ്. ഒരാൾ കാണൂല, കേൾക്കൂല, അറിയൂല എങ്കിൽ എന്തിനാ പിന്നെ അങ്ങനെ പറയണത്? വലൗലാ ദാലിക, ആ കാണലോ അറിവോ കേൾവിയോ ഇല്ലെങ്കിൽ ലകാനൽ ഖിതാബു ബിമൻസിലത്തിൽ ഖിതാബി മിനൽ മഅദൂമി വൽ ജമാദ്. ഇല്ലാത്ത വസ്തുക്കളോടും നിർജീവ വസ്തുക്കളോടും അഭിസംബോധനം ചെയ്യുന്ന സ്ഥാനത്താകുമായിരുന്നു. ഖബറിൽ കിടക്കണ മനുഷ്യൻ നമ്മളെ കാണൂല്ല, നമ്മൾ പറഞ്ഞത് അറിയൂല്ല എങ്കിൽ നിങ്ങൾക്ക് അല്ലാഹുവിന്റെ രക്ഷ ഉണ്ടാവട്ടെ എന്ന് പറയുന്നത് വെറുതെ ഒരു അസ്ഥാനത്തല്ലേ? ഈ സ്റ്റേജിൽ കയറി വന്നിട്ട് അസ്സലാമു അലൈക്കും കസേരെ, ഞാനൊന്ന് ഇരിക്കട്ടെ, ഇന്നലെ അവിടെ വഴുതിന ഉസ്താദുമാരൊക്കെ നിന്റെ മേലെ തന്നെയല്ലേ ഇരുന്നത്, നിനക്ക് സുഖം തന്നെയല്ലേ, കുഴപ്പമൊന്നുമില്ലല്ലോ മഞ്ഞു കൊണ്ടിട്ട്, ആരെങ്കിലും ചോദിക്കാറുണ്ടോ? ഈ ജമാദായ വസ്തുക്കൾക്ക് അങ്ങനത്തെ ഒരു വിഷയമേ ഇല്ല. അതുകൊണ്ടാണ് അവരോട് ചോദിക്കാത്തത്. ഈ സ്ഥാനത്താകൂലേ ഖബർ കിടക്കണ മനുഷ്യനോട് ചെന്നിട്ട് അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞാൽ? അപ്പം മരിച്ചാലും അവരതറിയും, അവര് കേൾക്കും. പേടിക്കണം. അവരുടെ പരിസരത്ത് കൂടി പോകുന്ന സമയത്ത് സൂക്ഷിക്കണം. ആ അദബും മര്യാദയും മരിച്ചു കഴിഞ്ഞാലും അവരുടെ ഭാഗത്തിൽ നിന്നുണ്ടാകും. കാണുകയും കേൾക്കുകയും അറിയുകയും ഒക്കെ ചെയ്യും. ഇതൊക്കെ എത്രയോ കിതാബുകൾ ഒരുപാട് ധരിക്കാറുണ്ട്. പക്ഷെ അതിപ്പോ പറയൽ നമ്മുടെ ലക്ഷ്യത്തിൽപ്പെട്ടതല്ല. അപ്പൊ മുഅ്മിനീങ്ങളെ നിങ്ങൾ സൂക്ഷിക്കണമെന്ന് മാത്രം പറഞ്ഞ് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കാം. സമയം ദീർഘിക്കുന്നുണ്ട്. ഇനി ഞാൻ നീട്ടിക്കൊണ്ടുപോയാൽ ബാക്കി കാര്യങ്ങളും ഇവിടെ നടക്കേണ്ടതുണ്ട്. 10 മണിക്ക് മുമ്പ് എല്ലാവരും വീട്ടിലെത്തുകയും ചെയ്യേണ്ടതുണ്ട്. നീട്ടിക്കൊണ്ടുപോകാൻ പറ്റിയ സമയമല്ലല്ലോ. ഇപ്പൊ കർഫ്യൂവിന്റെ സമയമല്ലേ. അത് നമ്മൾ ലംഘിക്കാൻ പാടില്ലല്ലോ. നമ്മൾ നിയമം ലംഘിക്കുന്നവരല്ലല്ലോ. അത് പാലിച്ചുകൊണ്ട് തന്നെ നമ്മുടെ കാര്യങ്ങൾ നമുക്ക് നടത്താൻ സാധിക്കണം. അതാണ് നീട്ടിക്കൊണ്ടുപോകാത്തത്. ഒരു വാക്ക് പറയട്ടെ, ഞാൻ ഒരുപാട് ചെറുപ്പക്കാരിവിടെ കൂടിയിട്ടുണ്ട്. മുത്തഅല്ലിമീങ്ങളുണ്ട്, രക്ഷിതാക്കളുണ്ട്. നിങ്ങൾ ഈ കാലഘട്ടം വളരെ പഴച്ചു പോയി. കാലത്ത് നല്ല കുഴപ്പം. ഷാഫി ഇമാം പറഞ്ഞു, നമ്മൾ കാലത്തിനെ കുറ്റം പറയും. കാലത്തിന് വർത്തമാനം പറയാൻ കഴിയുമെങ്കിൽ കാലം നമ്മളെ ആക്ഷേപിക്കും. നമ്മക്കാ കുഴപ്പം, കാലത്തിനല്ല കുഴപ്പം. ഇന്നത്തെ കാലത്ര പഴച്ചു എന്ന് പറഞ്ഞതൊരു മജാസിയായ പറച്ചിലാണ്. എന്താണ് ഇന്നത്തെ അവസ്ഥ?
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ജനിച്ച് ഭൂമിയിലേക്ക് വരുന്ന അല്ലെങ്കിൽ തങ്ങൾ ഇവിടെ ദീനീ പ്രബോധനം നടത്തുന്ന ആ കാലഘട്ടത്തെക്കാൾ പഴച്ചിട്ടുണ്ട് എന്നാണ് ഞാൻ ഈ കാലത്തെക്കുറിച്ച് മനസ്സിലാക്കുന്നത്. അതായത് അള്ളാഹുവിന്റെ റസൂല് വിശേഷിപ്പിച്ചൊരു മനുഷ്യനുണ്ട്, ശായിറുൻ ഫിന്നാർ, നരകത്തിലെ കവി. നരകത്തിലെ കവി അതാരാണ്? അള്ളാഹുവിന്റെ റസൂലിന്റെ 70 കൊല്ലം മുമ്പ് മരണപ്പെട്ടു പോയ ഒരു മനുഷ്യനുണ്ടായിരുന്നു, ഇംറുൽ ഖൈസ്. ഇംറുൽ ഖൈസ് ഒരുപാടുണ്ട്, പല ഖൈസുകളും. അവര് ആ ചങ്ങാതി പ്രേമ കഥകൾ, മനുഷ്യന്റെ ഇടയിൽ പറയാൻ പറ്റാത്ത തരത്തിലുള്ള കാവ്യങ്ങൾ, ഒരു പെണ്ണിനെ പ്രേമിച്ചിട്ട് കവിത രചിച്ച് കഅബത്തുമ്മ കൊണ്ടുപോയി കെട്ടിത്തൂക്കിയ അനവധി കാമുകന്മാരുണ്ട്. പ്രേമിക്കപ്പെട്ട പെണ്ണിന്റെ പേര് ലൈല. ലൈലാനെ പ്രേമിച്ചു. ലൈലാനെ പ്രേമിച്ചിട്ട് അവളെ മദ്ഹ് ചെയ്ത് പാട്ടും പാടി നടക്കുകയാണ്. എന്നിട്ട് കഅബത്തുമ്മ കൊണ്ടുപോയി കെട്ടിത്തൂക്കുകയാണ്. ഈ പ്രേമിച്ച ഈ പെണ്ണിനെ ബൽക്കാണ്ട് കൂട്ടി യോജിപ്പിച്ചു കൊടുത്താ പോരെ? അതിന് ലൈല സമ്മതിക്കണില്ല. എന്നെ പ്രേമിക്കാൻ പറ്റിയ ആൺകുട്ടികളെ അറബ് ലോകത്തൊരു ഉമ്മ വെച്ചിട്ടില്ല എന്നാ ഓളവാദം. കറുത്ത് 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 കാക്കയേക്കാൾ കറുത്ത കരിമ്പിയായ ഒരു പെണ്ണാണ്. പക്ഷെ സൗന്ദര്യത്തിൽ അറബ് ലോകത്ത് അവളെ കവച്ചു വെക്കുന്ന ഒരു സൗന്ദര്യമായ പെണ്ണിന് ചെയ്തതാ. അത്ര ഭയങ്കര സൗന്ദര്യമായിരുന്നു. എല്ലാവരുടെ പ്രേമവും നിരസിച്ച ആളാ. ഈ ലൈല മജ്നൂന്റെ കഥകൾ, പല ഖൈസിന്റെയും പല ലൈലാമാരുടെയും കഥകൾ വായിക്കുമ്പോ രസകരമായ പല ചരിത്രമുണ്ട്. ഒരു ദിവസം ഇംറുൽ ഖൈസ് ഇങ്ങനെ നടന്നു പോവാ, അത്യാവശ്യ ഒരു കാര്യത്തിന് ടൗണിക്ക് പോവാണ്. അപ്പോ ഒരു പട്ടി, എവിടെയോ നിൽക്കണ ഒരു പട്ടി, കണ്ടാൽ ആളും ഉടമയില്ലാത്ത ആര് കണ്ടാലും എറിഞ്ഞ് ആട്ടി ഓടിക്കണ ഒരു പട്ടി, കുരുപ്പ് പിടിച്ച് കുട്ടം പിടിച്ച ഒരു പട്ടി. ആ പട്ടിയെ പെട്ടെന്ന് പോകുമ്പോ ധൃതി പിടിച്ച് പോകുന്ന ആ സമയത്ത് ആ പട്ടിയെ ഈ മനുഷ്യൻ വാരിപ്പുണർന്ന് വീട്ടിലേക്ക് കൊണ്ടുവരികയാണ്. വീട്ടിൽ കൊണ്ടുവന്നപ്പോ ആൾക്കാർ പറഞ്ഞു, റഅൽ മജ്നൂനു ഫിൽ മൈദാനി കൽബാ ഫജറ അലൈഹി ലിൽ ഇഹ്സാനി ദൈലാ ഫലാമുഹു അലാ മാ കാന മിൻഹു ഫഖുൽതു ഫഖാലൂ ലം അനൽതൽ കൽബ ലൈലാ ഫഖാല ദഇൽ മലാമ ഫഇന്ന ഐനി റഅതുഹു മർറതൻ ഫീ ബൈതി ലൈലാ. ഇത് നല്ല രസമുള്ള ഒരു കഥയാണ്, ഇങ്ങോട്ട് ശ്രദ്ധിച്ചോളി. ഇത് കേട്ടത് ഭയങ്കര രസമുള്ള കഥ. ഇയാൾ നടന്നു പോണ സമയത്ത് ഈ പട്ടിനെ കിട്ടി. ഈ പട്ടിനെ വാരിപ്പുടർന്നിട്ട് വീട്ടിലേക്ക് കൊണ്ടുവന്ന് മുറ്റത്ത് വന്നാ വെക്കുന്ന വിചാരിച്ചു വെച്ചില്ല, അകത്ത് കടന്നാ വെക്കുന്നു വിചാരിച്ചു വെച്ചില്ല. ബെഡ്റൂമിൽ കൊണ്ടുപോയിട്ട് പ്രൈവറ്റ് റൂമിലെ കട്ടിലിൽ കൊണ്ടുപോയിട്ട് ഈ പട്ടിനെട്ടി കുഷ്ഠം പിടിച്ച പട്ടിനെ, രക്തവും ചലവും ഇങ്ങനെ ഒലിച്ച് ദുർഗന്ധം വമിക്കുന്ന പട്ടിനെ, ജനങ്ങൾ കല്ലെടുത്തെറിഞ്ഞ് ഓടിക്കുന്ന പട്ടിയെ ഇയാള് പുതപ്പിട്ട് മൂടിയിട്ട് ചുംബിച്ച് കൂട്ടിപ്പിടിച്ച് ഇങ്ങനെ കിടക്കുകയാണ്. അപ്പൊ ജനങ്ങൾ ചോദിച്ചു, എടാ ചങ്ങാതി, ഒരു പെണ്ണിനെ പ്രേമിച്ചിട്ട് ലക്കും ലഗാനില്ലാതെയായ ഇന്നത് ചെയ്യാന്നില്ലേ? ഈ പട്ടിയാണോ നിന്റെ ലൈല? എന്ത് പണിയാ ചെയ്യണത്? ഫലാമുഹു അലാ മാ കാന മിൻഹു. ആളുകൾ ആക്ഷേപിക്കാൻ തുടങ്ങി. അപ്പൊ ആൾക്ക് ഈ ചങ്ങാതി പറഞ്ഞു, എന്റെ ബുദ്ധിക്ക് ഒരു കുഴപ്പം പറ്റിയിട്ടില്ല, ഇത് പട്ടിയാണ്, കുഷ്ഠം പിടിച്ച പട്ടിയാണ്, കല്ലെടുത്തെറിയുന്ന പട്ടിയാണോ എനിക്കും അറിയാം. പക്ഷേ ഈ പട്ടി സാധാരണ പട്ടിയല്ല. റഅതുഹു മർറതൻ ഫീ ബൈതി ലൈലാ. ഞാൻ ഒരു ദിവസം നടന്നു പോകുമ്പോ ഈ പട്ടിയുണ്ട് എന്റെ ലൈലാന്റെ വീട്ടിന്റെ മുറ്റത്ത് നിൽക്കുന്നു. ഇതൊരു സാധാരണ പട്ടി, എന്റെ ലൈലാന്റെ വീട്ടിന്റെ മുറ്റത്ത് ചവിട്ടിയ പട്ടിയാണിത്. അതുകൊണ്ടാണ് ഈ പട്ടിനെ ഞാൻ വാരിപ്പുണർന്നെന്ന് പറയുമ്പോ അയാളെ പ്രേമത്തിന്റെ അയാളെ ലൈൻ എത്ര ഉണ്ട് എന്നൊന്ന് ആലോചിച്ചു. അയാള് ലൈനും തമ്മിലുള്ള പ്രേമം എത്ര ഗൗരവ. പൊറുതി മുട്ടി ആളുകള്, പൊറുതി മുട്ടിയിട്ട് ആൾക്കാർ ചെന്നിട്ട് എന്താ പറഞ്ഞു, ബാപ്പാനോട് ഈ ചങ്ങാതിനെ ഒന്ന് കൊണ്ടുപോയിട്ട് കഅബത്തിന്റെ കില്ല കൈ കൊടുത്തിട്ടൊന്ന് ദ്വാരക്കാൻ പറ. എന്നിട്ട് ഈ നടക്കാത്ത മൂരിനെയും മൃഗങ്ങളെയും കൊണ്ടുപോകുന്ന കയ്യൊക്കെ കെട്ടിയിട്ട് കാലും കെട്ടി വലിച്ച് ബാപ്പ കൊണ്ടുപോകണം കഅബത്തിന്റെ കില്ല കൈ പിടിച്ചിട്ട് ദ്വാരിപ്പിക്കണം. എന്ത് ദ്വാരിക്കേണ്ടത്? അല്ലാഹുമ്മ അരിഹ്നീ മിൻ ലൈല വഹബ്ബിഹാ, ഞാനും ലൈലയും തമ്മിലുള്ള പ്രേമം ഇവിടെ വെച്ച് അവസാനിപ്പിക്കണേ എന്ന് ദ്വാരക്കട മോനെ. ഇവനുണ്ടോ അത് പറയുന്നത്? കാരണം ഈ താടിമുടി നരച്ച വാപ്പക്കുണ്ടോ പ്രേമത്തിന്റെ രസറിയുന്നു? ഇയാളെ ഈ പ്രേമത്തിന്, ലൈലാനോടുള്ള ദേഷ്യത്തിന്, എന്നോടുള്ള ദേഷ്യത്തിന് പടച്ചോനെ ഇത് അതിനെങ്ങാനും ഉത്തരം ചെയ്താൽ ഞങ്ങളെ കാര്യം കഷ്ടാണ്. ഈ വാപ്പാക്ക് എന്ത് പ്രേമം?
ഈ താടിമുടി നരച്ച എന്തൊക്കെ പ്രേമം. അതുകൊണ്ട് അല്ലാഹുമ്മ മുന്ന അലയ്യ വലൈലാ വഹബ്ബിഹാ, ലൈലാനോടുള്ള പ്രേമം കൊണ്ട് അനുഗ്രഹിക്കണേ റബ്ബേ. ബാപ്പ പറഞ്ഞത് എന്താ? അല്ലാഹുമ്മ അരിഹിനി മിൻ ലൈലാ വഹബ്ബിഹാ എന്ന് ദുആർക്കുന്ന. അപ്പൊ ഇവൻ ദുആർന്നത് എന്താ? പടച്ചോനെ, ലൈലയും ഞാനും തമ്മിലുള്ള പ്രേമം അവസാനിപ്പിക്കല്ലേ, അത് വർദ്ധിപ്പിച്ചു തരണമേ. ബാപ്പക്ക് ഇങ്ങോട്ട് ദേഷ്യം പിടിച്ചിട്ട് അങ്ങോട്ട് അടിക്കാൻ തുടങ്ങി. അടിയോടടി അടി 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 കിട്ടും തോറും ഇവന്റെ ദുആക്ക് ആത്മാർത്ഥത കൂടുകയാണ്. ബന്ധമായിരുന്നുകൊണ്ടിരിക്കന്നെ. അതാ പ്രേമം. അപ്പൊ ദ്വാരക്കുമ്പോ ഇപ്പം പറഞ്ഞത് എന്താണെന്നറിയോ? യാ റബ്ബി ഇന്നക ദൂ മന്നി വ മഗ്ഫിറതി ബയ്യിത് ബിആഫിയത്തിൻ ലൈലൽ മുഹിബ്ബീന അദ്ദാകിരീനൽ ഹവാ മിൻ ബഅദി മാ റഖദു വന്നായിമീന അലൽ ഐദി മുഹിബ്ബുകിബീന യാ റബ്ബി ലാ തസ്ലുബന്നി ഹുബ്ബഹാ അബദാ വയർഹമില്ലാഹു അബ്ദൻ ഖാല ആമീന. പടച്ചോനെ, ഈ എത്ര മനുഷ്യന്മാർക്ക് അനുഗ്രഹം ചെയ്തു കൊടുത്തവനാണ്, എത്ര ആളെ ദോഷം പുറത്തു കൊടുത്തവനാണ്. ഈ വാപ്പക്ക് എന്ത് പ്രേമം. പടച്ചവനെ, ഒരൊറ്റ കാര്യം നീ ചെയ്തു തന്നാ മതി. എത്രയോ ദോഷികളുടെ ദോഷം പുറത്തു കൊടുത്ത് എത്രയോ ആളുകൾക്ക് അനുഗ്രഹം ചെയ്തു കൊടുത്ത നീ, എന്നെ പോലെ ലൈലാനെ പ്രേമിക്കുന്ന അനവധി ആളുകളുണ്ട് നാട്ടില്. ആർക്കും ലൈലാനെ വഴങ്ങി കിട്ടുന്നില്ല. അതുകൊണ്ട് ഒരൊറ്റ ഉപകാരം നീ ചെയ്യണം. കൈയിങ്ങനെ തലക്ക് വെച്ചിട്ടൊന്ന് കിടന്നാൽ കണ്ണിലൊരു ഉറക്കം കിട്ടിയാ മതി. കണ്ണില് ഉറക്കം കിട്ടിയാ ഉറക്കത്തിൽ ഇവള് വരും. സ്വപ്നത്ത് കിട്ടണതൊക്കെ ഹലാലാണല്ലോ. സ്വപ്നത്ത് കിട്ടുന്ന എല്ലാം ഹലാലാണ്. അപ്പൊ ഇവനെ വന്ന് കണ്ണിൽ ഉറക്കം വന്ന് കിട്ടിയാ മതി. ലൈല കൊഞ്ചിക്കുഴഞ്ഞ് ഞങ്ങളെ മുന്നിലെത്തും. അതിന് ഉറങ്ങി കിട്ടണ്ടേ? ഇവളെ ചിന്തിച്ച് 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 കിടന്നിട്ട് ഉറക്കം വരണ്ടേ? ഒരൊറ്റ ഉപകാരം ചെയ്താൽ മതി. നേർക്കുനേരെ ഏതായാലും ഫിസിക്കലായിട്ട് അവളെ കിട്ടൂല. അതുകൊണ്ട് ഉറക്കത്തിലെങ്കിലും ഓൺലൈനിലെങ്കിലും പഠിച്ചോനെ ഒരു ഓൺലൈൻ ക്ലാസ്സിനെങ്കിലും കിട്ടിയെങ്കിൽ ഒന്ന് ഉറക്കി തന്നാ മതി പഠിച്ചോനെ എന്ന് ദ്വാരുന്നത് ഇമാം ബൈളാവിയുടെ ശൈഖ് സാദയിൽ ആമീനിന്റെ ബഹത്തിൽ ഈ പദ്യം കൊടുത്തു കാണാം. നോക്കണതൊക്കെ ഒരു പ്രേമത്തിന്റെ കഥകളാ. ഇന്ന് നടക്കണ പ്രേമൊന്നും പ്രേമല്ല. ഈ പ്രേമത്തിന്റെ കഥകളൊക്കെ നമ്മൾ അനവധി വായിച്ചിട്ടുണ്ട്. സബൂൽ മുഅല്ലഖ പോലത്തെ പല ഗ്രന്ഥങ്ങളിലും ആ പ്രേമം മനുഷ്യന്റെ അടി പറയാൻ പറ്റാത്ത പ്രേമത്തിന്റെ ഫേക്കൂത്തുകൾ അറബ് ലോകത്ത് നടന്നിട്ടുണ്ട്, ജാഹിലിയത്തിൽ നടന്നിട്ടുണ്ട്. നിങ്ങൾ മനസ്സിലാക്കണം. എന്നിട്ട് ലൈലാനെ കിട്ടാത്തത് കൊണ്ട് ആ ജാഹിലിയത്തിൽ ഒരു മനുഷ്യനും ഒരു പെണ്ണിനെയും കൊന്നിട്ടില്ല. അതാ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഒരു പ്രേമം നിരസിച്ച ഒരു പെണ്ണിനെ അവര് നിർദാക്ഷിണ്യം കൊലപ്പെടുത്തിയിട്ടില്ല. എത്ര മാന്യന്മാരവര്. പെണ്ണ് പറയാണ് നിങ്ങളെ കൂടെ എനിക്ക് ജീവിക്കാൻ പറ്റൂല എന്ന് പറഞ്ഞ വെറുതെ വിടുന്നു. അവന്റെ പ്രേമവും കൊണ്ട് പാട്ടും പാടി നടക്കല്ലാതെ അതിലപ്പുറം ചെയ്തിട്ടില്ല. ലേറ്റസ്റ്റ് 2-3 ഒരാഴ്ചയായോ തിക്കോടിയിൽ പ്രേമം നിരസിച്ചതിന്റെ പേരിൽ ഒരു പെൺകുട്ടിയുടെ ശരീരത്തിലേക്ക് പെട്രോൾ ഒഴിച്ചുകൊണ്ട് തീപ്പെട്ടി ഉരസി പച്ച ശരീരം കത്തിച്ചു കളയുന്ന ഈ ലോകത്ത് ഈ ശബ്ദം കേൾക്കുന്ന ഉമ്മമാരെ, ഈ ശബ്ദം കേൾക്കുന്ന രക്ഷിതാക്കളെ, മക്കളെ വളരെ ദീനിയായ ചിട്ടയിൽ ഇസ്ലാമിയത്ത് പഠിപ്പിച്ചുകൊണ്ട് അള്ളാഹുവിനെ കുറിച്ചുള്ള ഭയം പഠിപ്പിച്ചു കൊടുത്തുകൊണ്ട് ദീനിന്റെ ചിട്ടയിൽ വളർത്തിയില്ലെങ്കിൽ ആ ജാഹിലിയത്തിനെ വെല്ലുന്ന ക്രൂരന്മാരാണ് ഇന്ന് രാജ്യത്ത് ജീവിക്കുന്നത് എന്ന് ഓർമ്മ വേണം. അത്ര നാശമാണ്. ജാഹിലിയ കാലത്ത് പത്രത്തിന്റെ അഹലുകാരൊക്കെ രക്ഷപ്പെട്ടവരാ. അതിൽ ദുർലഭം ആളുകളെ സംബന്ധിച്ച് റസൂലുള്ളാഹി എടുത്തു പറഞ്ഞിട്ടുണ്ട്. അവരെ രക്ഷപ്പെടൂല, ഇവര് രക്ഷപ്പെടൂല എന്ന് പറഞ്ഞ ചില മനുഷ്യന്മാരുണ്ട്. അയിൽപ്പെട്ടാള ഈ ഷായിറും പിന്നാറെന്ന് വിശേഷിക്കപ്പെട്ട കവി. അയാൾ നരകത്തിലാണെന്ന് സത്യത്തിൽ റസൂലുള്ളാഹിന്റെ 70 കൊല്ലം മുമ്പ് മരിച്ചുപോയ മനുഷ്യനാണ് അയാൾ. എന്നിട്ട് അയാൾ റസൂലുള്ള പത്രത്തിന്റെ അഹലുകാരിൽ പെട്ട രക്ഷപ്പെടൂല, നരകത്തിലാണെന്ന് പറഞ്ഞെങ്കിൽ അയാൾ എത്ര മോശക്കാരനാ. എന്നിട്ടും ആ മനുഷ്യൻ എന്ത് ചെയ്തിട്ടില്ല? തന്നോടുള്ള പ്രേമം നിരസിച്ച ഒരു പെൺകുട്ടിയെ നിർദാക്ഷിണ്യം കൊല ചെയ്തിട്ടില്ല. ജാഹിലിയത്തിലെ ഒരു കാമുകനും തന്റെ കാമുകി നിരസിച്ചതിന്റെ പേരിൽ കൊന്നിട്ടില്ല. ഇന്ന് രാജ്യത്ത് സാർവത്രികമായി നടന്നുകൊണ്ടിരിക്കുകയാണ്. എത്ര ഈ അടുത്തന്നെ ഒരു മാസത്തിനുള്ളിൽ 6 മാസത്തിനുള്ളിൽ എത്ര കൊല പ്രേമം നിരസിച്ചതിന്റെ പരീക്ഷ എഴുതി കാത്തിരിക്കുകയാണ്. തന്റെ കാമുകി പരീക്ഷ എഴുതി പുറത്തിറങ്ങി വരുന്നത് കാണാൻ. എന്നിട്ട് എന്തിനാ വരുന്നത് കാത്തിരിക്കുന്നത്? അവൾ പരീക്ഷ എഴുതി വന്നപ്പോൾ തന്റെ കാമുകൻ കാത്തിരിക്കുന്നു. ആ പരീക്ഷ എഴുതി വരുന്ന പെൺകുട്ടിയെ കടാരി കൊണ്ട് വെട്ടി നുറുക്കിയത് 6 മാസം പിന്നിട്ടിട്ടില്ല, 3 മാസവും പിന്നിട്ടിട്ടുണ്ടോ എന്ന് സംശയം എനിക്ക്. ഈ അടുത്ത കാലത്താണ്, അത്രയും അടുത്താണ് സംഭവം നടന്നത് അല്ലേ?
ഇതാ ജാഹിലിയത്തിനെ കവച്ചു വെക്കുന്ന തമ്മാടിത്തരമല്ലേ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്? അതുകൊണ്ട് തന്നെ സൂക്ഷിക്കണം. എനിക്ക് നിങ്ങളോട് ഈ സന്ദർഭത്തിൽ സാദാത്തുക്കളെ സംബന്ധിച്ച് തബറുക്കിനൊരു വാക്ക് പറഞ്ഞ് ഞാൻ നിർത്തിയിട്ട് അവസാനം ഒന്നും പറയാതെ പോകണ്ട എന്നതിലേക്ക് ഞാൻ ഒരു ഉപദേശം കൊടുക്കുന്നു. ഈ നാട്ടിലുള്ള പെണ്ണുങ്ങൾ, ഉമ്മമാർ നല്ല ചിട്ടയിൽ, ദീനിയായ ചിട്ടയിൽ നമ്മുടെ പെൺമക്കളെ വീട്ടിൽ അവർക്ക് നല്ല ഉപദേശം കൊടുത്തുകൊണ്ട് വളർത്തണം. അള്ളാഹുവിന്റെ ദീനിന്റെ ഇൽമ് പഠിപ്പിച്ചു കൊടുക്കണം. സ്കൂളുകളൊക്കെ പഠിപ്പിക്കുന്നുണ്ട്. അതിന്റെ 1/4 ദീനിയായ അറിവ് നമ്മളെ മക്കൾക്ക് കൊടുത്തിട്ടുണ്ടോ? ഇന്ന് ഭൗതികമായി നമ്മൾ കൊടുത്ത അറിവിന്റെ 1/4 ദീനിയായ അറിവ് നമ്മളെ മക്കൾക്ക് കൊടുത്തിട്ടുണ്ടോ? ആ മക്കൾ വഴിതെറ്റാനുള്ള ചാൻസ് ഉണ്ട്. അവർ വഴിതെറ്റിപ്പോയാൽ ആരാ ഉത്തരവാദി? അള്ളാഹിന്റെ മുമ്പിൽ രക്ഷപ്പെടാൻ പറ്റുമോ? നാട്ടുകാരെ മുമ്പിൽ പലതും പറഞ്ഞ് രക്ഷപ്പെടാം, അള്ളാഹിന്റെ മുമ്പിൽ രക്ഷപ്പെടാൻ പറ്റുമോ? ഇക്കാര്യം ശ്രദ്ധിച്ചുകൊണ്ട് ദീനിയായ ബോധത്തോടെ ജീവിക്കണമെന്ന് മാത്രം ഓർമ്മപ്പെടുത്തി, സമയമില്ലാത്തത് കൊണ്ട് ഒരു പ്രത്യേക വിഷയം പൂർത്തിയാക്കി പറയാനോ വിശാലമാക്കി പറയാനോ അല്ലെങ്കിൽ വിശാലമായ ഒരു വിഷയത്തിലേക്ക് കടന്നു ചെല്ലാനോ ഉദ്ദേശിച്ചിട്ടില്ല. ഞാൻ പറഞ്ഞിട്ടുമില്ല. റബ്ബിന്റെ തൗഫീഖ് ഉണ്ടെങ്കിൽ അതൊക്കെ വിശാലമായ സൗകര്യമുണ്ടാകുമ്പോൾ ആകാം. അള്ളാഹു ഖൈർ നമുക്ക് വരുത്തുമാറാവട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് ഞാൻ നിർത്തുന്നു. വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. എന്താണ് കൊടുക്കല്ലേ?